നമ്മളിനി സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മെറിറ്റും ഡിമെറിറ്റും കൂടെ നോക്കാം കേട്ടോ. ഫസ്റ്റ് മെറിറ്റ്, it is rigidly defined and its value is always definite and based on all the observation and the actual signs of the deviations are used. അതായത് ഇതിന് ഒരു ക്ലിയർ കട്ട് ഫോർമുല ഉണ്ട്. പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാ ഡാറ്റയും നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് മെറിറ്റ്, ആസ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ അരിതമെറ്റിക് മീൻ ഇറ്റ് ഹാസ് ഓൾ മെറിറ്റ് ഓഫ് അരിതമെറ്റിക് മീൻ. നമുക്കറിയാം നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം അരിതമെറ്റിക് മീനാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ അരിതമെറ്റിക് മീനിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും എന്തിനുണ്ടായിരിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉണ്ടായിരിക്കും. തേർഡ് വൺ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വൈഡ്ലി യൂസ്ഡ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ഫർദർ അൾജിബ്രൈക് ട്രീറ്റ്മെൻറ്റ്. അതായത് ഇപ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് ഡാറ്റേൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു, അടുത്ത സെറ്റ് ഓഫ് ഡാറ്റേൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കമ്പയർ രണ്ടിനെയും കൂടെ ഒരുമിച്ചുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഒന്ന് കിട്ടിയാൽ വീണ്ടും വീണ്ടും ഇത് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫിഫ്ത്ത് വൺ, ഇറ്റ് ഈസ് ലെസ് അഫക്റ്റഡ് ബൈ ദ ഫ്ലക്ച്വേഷൻസ് ഓഫ് സാമ്പിളിംഗ് ആൻഡ് ഹെൻസ് സ്റ്റേബിൾ. അതായത് സാമ്പിളിങ്ങിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസിനൊന്നും ഇത് അധികം അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, വീഡിയോ പോസ് ചെയ്തിട്ട് ഫസ്റ്റ് അഞ്ച് പിന്നെ മെറിറ്റ് എഴുതാം കേട്ടോ. ലാസ്റ്റ് മെറിറ്റ് എഴുതണ്ട, കാരണം നമുക്ക് മീൻ ഡീവിയേഷൻ പഠിക്കാനില്ല, അതുകൊണ്ട് ഇത്ര എഴുതാം കേട്ടോ. വീഡിയോ പോസ് ചെയ്യുക, അത്ര എഴുതാം. ഓക്കെ, ഇനി അടുത്ത മെറിറ്റ്, it is the basis for measuring the coefficient of correlation, sampling and statistical inference. അതായത് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കും. അതിൽ നമ്മൾ ഇത് ബേസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പം നമ്മളിനി പഠിക്കും കേട്ടോ. അടുത്ത ചാപ്റ്ററാണ് കോറിലേഷൻ. അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിക്കുന്നുണ്ട്. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ആദ്യം വേണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണം. അതേപോലെ സാമ്പിളിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് പറഞ്ഞിട്ടൊരു ഭാഗം നമുക്ക് സ്റ്റാറ്റിയിലുണ്ട്. ആ ഭാഗത്തും ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അടുത്തത്, ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രൊവൈഡ് ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഫോർ ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 2 or more ഗ്രൂപ്പ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൾജിബ്രായിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞില്ലേ, അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. നമുക്ക് 2 ഡാറ്റയൊക്കെ തന്നാൽ രണ്ടിനെയും കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത്, ദ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഈസ് കൺസിഡർഡ് ടു ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഫോർ കമ്പയറിംഗ് ദ വേരിയബിലിറ്റി ഓഫ് 2 or more ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദിസ് ഇസ് ബേസ്ഡ് ഓൺ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നമുക്കറിയാം കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ CV കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണം അല്ലേ. അപ്പോൾ അതിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്രയും മെറിറ്റ് എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി ഡിമെറിറ്റ്, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് അല്ലേ. അതായത് നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം സ്ക്വയർ ചെയ്യണം, പിന്നെ റൂട്ട് കാണണം, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തത്, ഇറ്റ് ഗീവ്സ് മോർ വെയിറ്റ് ടു എക്സ്ട്രീം വാല്യൂസ് ബിക്കോസ് ദ വാല്യൂസ് ആർ സ്ക്വയർഡ് അപ്പ്. നമുക്കറിയാം നമ്മളിതിൽ എപ്പോഴും സ്ക്വയർ ചെയ്യുന്നുണ്ടല്ലേ. ഫസ്റ്റ് x² അല്ലേ. ഇപ്പോൾ 100 ആണെങ്കിൽ നമ്മൾ അതിനെ സ്ക്വയർ ചെയ്തിട്ടാണ് അല്ലേ എടുക്കുന്നത്. ഇറ്റ് ഗീവ്സ് മോർ വെയിറ്റ് ടു എക്സ്ട്രീം വാല്യൂസ്. വലിയ വാല്യൂസ് ഉണ്ടെങ്കിൽ അതിന് സ്ക്വയറും കൂടെ ചെയ്യുമ്പോൾ ഒരുപാട് വലിയ വാല്യൂസ് ആവും അല്ലേ. അതവിടെ പറയണത്. ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ദ വാല്യൂ ഓഫ് എവറി ഐറ്റം ഇൻ ദ സീരീസ്. അതായത് ഏതെങ്കിലും ഒരു ഐറ്റം വലുതാവുകയോ ചെറുതാവുകയൊക്കെ ചെയ്താൽ നമ്മൾ ആൻസറിൽ വ്യത്യാസം വരും. ആസ് ഇറ്റ് ഈസ് ആൻ ആബ്സല്യൂട്ട് മെഷർ ഓഫ് വേരിയബിലിറ്റി ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് കമ്പാരിസൺ. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒറ്റയ്ക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. എന്ത് കണ്ടുപിടിക്കണം? CV കണ്ടുപിടിച്ചാൽ മാത്രമേ പറ്റുള്ളൂ അല്ലേ. ഒറ്റയ്ക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല 2 ഡാറ്റ. ഇറ്റ് ഹാസ് നോട്ട് ഫൗണ്ട് ഫേവർ വിത്ത് എക്കണോമിസ്റ്റ് ആൻഡ് ബിസിനസ്മെൻ. എക്കണോമിസ്റ്റുകളും ബിസിനസ്മെനും ഇത് കാര്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡാറ്റ അനലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഡിമെറിറ്റ് എഴുതാം കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ യൂസസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദ ബെസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ബിക്കോസ് ഇറ്റ് പോസസ് മോസ്റ്റ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐഡിയൽ മെഷർ ഓഫ് ഡിസ്പേർഷൻ. അതായത് ഒരു ഐഡിയൽ മെഷർ ഓഫ് ഡിസ്പേർഷന് വേണ്ട മിക്ക ക്വാളിറ്റീസും എന്ത് കാണിക്കുന്നുണ്ട്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ സാമ്പിളിംഗ് തിയറി ആൻഡ് ബൈ ബയോളജിസ്റ്റ്. അതായത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാമ്പിളിംഗ് തിയറിയിലാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആൻഡ് ഇൻ ദ സിൻഡി ഓഫ് സിമ്മട്രിക്കൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനിലും സിൻഡി ഓഫ് സിമ്മട്രിക്കൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂസസ് എന്ന് പറഞ്ഞിട്ട് ഇത്ര എഴുതാം കേട്ടോ. ഓക്കെ.